നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. മോദിയുടെ ധ്യാനത്തെ ട്രോളി വാരാണസിയിൽ നിന്നും മത്സരിക്കുവാൻ കഴിയാത്ത ഹാസ്യനടൻ ശ്യാം രംഗീല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുവാൻ വാരാണസിയിൽ പത്രിക നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. പക്ഷേ അതൊന്നും മിമിക്രി കലാകാരനും സ്റ്റാൻഡപ്പ് കൊമേഡിയനുമായ ശ്യാം രംഗീലയ്ക്ക് ധ്യാനത്തിലിരിക്കുന്നതിന് തടസ്സമായില്ല. മോദി കന്യാകുമാരിയിൽ എത്തിയതു മുതലുള്ള ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സിക്കിം അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ആരംഭിച്ചു. സിക്കിം അരുണാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള വോട്ടെണ്ണൽ തുടങ്ങി. അരുണാചലിൽ 60 അംഗ നിയമസഭയിലേക്ക് 10 സീറ്റുകളിൽ എതിരില്ലാതെ നേരത്തെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു. വീണ്ടും അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് BJP. സിക്കിമിൽ 32 അംഗ നിയമസഭയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അവയവക്കടത്ത് കേസ് ദാതാക്കൾക്ക് 6 ലക്ഷം വരെ നൽകും. സ്വീകർത്താവിൽ നിന്നും 1 കോടി വരെ വാങ്ങും. മതിയായ ചികിത്സയില്ല. കൊച്ചി അവയവക്കടത്ത് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഇന്നലെ പിടിയിലായ മുഖ്യ സൂത്രധാരൻ രാമപ്രസാദ് ഗൊണ്ട അവയവക്കടത്ത് സംഘത്തിന്റെ തലവന്മാരിൽ ഒരാൾ. ഗ്രാമങ്ങളിൽ നിന്നും കണ്ടെത്തുന്ന ദാതാക്കൾക്ക് 3 മുതൽ 6 ലക്ഷം രൂപ വരെയാണ് നൽകുകയും സ്വീകർത്താക്കളിൽ നിന്നും 1 കോടി രൂപ വരെ വാങ്ങിച്ചതായും കണ്ടെത്തി. വെള്ളം ചോദിച്ചെത്തി പട്ടാപ്പകൽ വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തു. 22കാരൻ അറസ്റ്റിൽ. കൊല്ലം ചിതറയിൽ പട്ടാപ്പകൽ വീട്ടിൽ അതിക്രമിച്ചു കയറി വീട്ടമ്മയെ ബലാത്സംഗം ചെയ്തു. സംഭവത്തിൽ ചല്ലിമുക്ക് സ്വദേശിയായ 22 വയസ്സുകാരൻ വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടിക്കുവാൻ അല്പം വെള്ളം ചോദിച്ച് വീട്ടിലെത്തിയതാണ് ഇയാൾ വീട്ടമ്മയെ പീഡിപ്പിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു സംഭവം. ഡൽഹിയിൽ കെജ്രിവാളിനെ വേട്ടയാടുന്നുവെന്ന ആരോപണം BJP തരംഗത്തെ തടയില്ലെന്ന് എക്സിറ്റ് പോൾ ഫലം. BJP മുഴുവൻ സീറ്റും തൂത്തുവാരുമെന്നും പ്രവചനങ്ങൾ. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി അല്ലെന്നും ആം ആദ്മി പാർട്ടി സംവിധാനവും ഇന്ത്യ മുന്നണിയും കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തത് എന്നുമായിരുന്നു പ്രതിപക്ഷ കൂട്ടായ്മയുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഇതിനെ അട്ടിമറിക്കുന്ന ഫലങ്ങളാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. ഡൽഹി BJP തൂത്തുവാരും എന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത്. 3 ലക്ഷത്തോളം കുട്ടികൾ 1ാം ക്ലാസ്സിലേക്ക്. മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ നാളെ തുറക്കും. അടിമുടി മാറ്റങ്ങൾ. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. 3 ലക്ഷത്തോളം നവാഗതർ 1ാം ക്ലാസ്സിലേക്ക് എത്തും എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ. SSLC മൂല്യനിർണ്ണയത്തിലെ പൊളിച്ചെഴുത്തടക്കം ഈ അധ്യയന വർഷം ഒരുപാട് മാറ്റങ്ങളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. പ്രവേശനോത്സവത്തോടെ ഈ വർഷത്തെ അധ്യയനം തുടങ്ങുവാൻ കുട്ടികളെ ക്ഷണിച്ച് കാത്തിരിക്കുകയാണ് സ്കൂളുകൾ. ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ചു. ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാൾ വീണ്ടും ജയിലിലേക്ക്. ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തീഹാർ ജയിലിൽ കീഴടങ്ങും. ഉച്ചയ്ക്ക് 3 മണിയോടെ ജയിലിലേക്ക് പോകുമെന്നാണ് കെജ്രിവാൾ അറിയിച്ചത്. മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിധി ഈ മാസം 5-ലേക്ക് വിചാരണ കോടതി മാറ്റിയിരുന്നു. ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ കാട്ടാന ആക്രമിച്ചു. കോളേജ് വിദ്യാർത്ഥി മരിച്ചു. സംഭവം വാൽപ്പാറയിൽ. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. വാൽപ്പാറയ്ക്കടുത്ത് പുതുക്കാട് സ്വദേശി മുകേഷാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ ആന ആക്രമിക്കുകയായിരുന്നു. വാൽപ്പാറ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും
ജീവൻ രക്ഷിക്കാനായില്ല. കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.